നമസ്കാരം. എൻ്റെ കഴിഞ്ഞ 3 എപ്പിസോഡുകൾക്കും എല്ലാവിധ പ്രോത്സാഹനവും തന്ന് ഷെയറൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനിയും അത് തുടരണമെന്ന് എൻ്റെ അഭ്യർത്ഥന. പിന്നെ നിങ്ങളിടുന്ന മെസ്സേജുകളും എല്ലാം ഞാൻ കാണുന്നുണ്ട്. 3 എപ്പിസോഡല്ലേ ആയുള്ളൂ. അതിനെല്ലാം മറുപടി തരാൻ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞാനത് തരും. മാത്രമല്ല, അവസരം ചോദിച്ചാൽ എല്ലാവർക്കും അവസരം തരികയും ചെയ്യും. അത് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പ്രൊഡക്ഷൻ ടീമിനെ കുറിച്ചാണ്. അതായത് നമുക്ക് ആഹാരം വെച്ച് വിളമ്പി തരുന്നവരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഏറ്റവും പരിഗണിക്കാത്ത ഒരു വിങ്ങാണ് ഈ പ്രൊഡക്ഷൻ വിങ്. അതിനകത്ത് പലരുമുണ്ട്. നമുക്ക് സെറ്റിൽ നമുക്ക് വെള്ളവും ചായയൊക്കെ കൊണ്ട് തരുന്ന നമ്മുടെ സെറ്റിൽ നിൽക്കുന്ന 1-2 പേരുണ്ട്. സിനിമയാണെങ്കിൽ സീനിലാണെങ്കിൽ ഒരാൾ കാണും. അവർ കുപ്പിവെള്ളമായിട്ട് ചൂടുവെള്ളമായിട്ട് ഇങ്ങനെ നിൽക്കും. അവർ ചായയായിട്ട് നിൽക്കും. അപ്പോൾ ഓരോരുത്തർ ഇന്നത് വേണമെന്ന് പറയും. അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ പ്ലേറ്റ് കഴുകുന്നവരുണ്ട്. അതുപോലെ തന്നെ പാചകം ചെയ്യുന്നവരുണ്ട്. പണ്ടൊക്കെ പാചകം സെറ്റിലായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അവിടെ ഓരോ ചെന്ന് കഴിഞ്ഞാൽ അത് ചെയ്ത് സ്ഥിരമായിട്ട് കൊടുക്കുന്നവരുണ്ട്. അവരോട് വാങ്ങിയാണ് വരുന്നത്. അതിനകത്ത് അതിൻ്റെ ചീഫുണ്ട്, അത് കൊണ്ടുവരുന്നവരുണ്ട്, പിന്നെ അത് വിളമ്പി തരുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഓരോ വിങ്. പക്ഷേ നമ്മൾ അവരെ ഒന്നും പരിഗണിക്കാറില്ല. പക്ഷേ അവരെ പരിഗണിച്ചേ ഒക്കെയുള്ളൂ. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ലോകത്ത് അന്ധരായവരൊഴിച്ച് ബാക്കി എല്ലാവരും അഭിനയമോഹമുള്ളവരാണ്. അന്ധർക്ക് അഭിനയിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് എന്താ അവർ കാണുന്നില്ല ജീവിതത്തിൽ. ബാക്കി എല്ലാവരും, ആർക്കെങ്കിലും പറയാമോ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അഭിനയം മോഹമുണ്ട് എല്ലാവരും. പക്ഷേ അവർ വന്നു പെടുന്ന പ്രൊഡക്ഷൻ ടീമിലോ ക്യാമറയിലോ, ഞാൻ അഭിനയിക്കാൻ പോയതാണ്. ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്നപ്പോൾ എന്നേക്കാൾ സുന്ദരന്മാരും സുന്ദരികളും അല്ല. അതുകൊണ്ട് ഞാൻ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ ആളാണ്. അപ്പം എല്ലാവരുടെ മനസ്സിലുണ്ട്, ലോകത്തെല്ലാവരുടെ മനസ്സിലും ഒരു വെളുത്തിരിക്ക് മുന്നിൽ വരണമെന്ന് ആഗ്രഹമുള്ളവരാണ് അവർ. ഓരോത് അതായത് ഞങ്ങളുടെ ഒരു വർക്കിൽ ജനാർദ്ദൻ സാറ് ഒരു കുടുംബശ്രീ ശാരദയിൽ ഒരു നല്ല വേഷം നായകൻ്റെ കൂടെ ഉള്ളത് കൊടുത്തേക്കുന്ന അവിടെ ചായ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. കാരണം അവന് അത്രയും വലിയ വേഷം കൊടുത്തു. കാരണം ജനാർദ്ദൻ സാറ് ആര് ചാൻസ് ചോദിച്ചാലും കൊടുക്കും. ആര് ചാൻസ് ചോദിച്ചാലും അവർക്ക് ആ ചാൻസ് കൊടുത്തിരിക്കും. അത് ഷാജി നൂർനാട് സാറായിരുന്നു എൻ്റെ എപ്പിസോഡ് ഡയറക്ടർ. ആ സാറാണ് റെക്കമെൻഡ് ചെയ്തത്. അവൻ നോക്കിയപ്പോൾ നല്ലപോലെ ചെയ്യുകയും അവൻ പിന്നെ ഡബ് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ ഒത്തിരി നാളായ വർക്ക് കണ്ടിട്ട്. പക്ഷേ ആദ്യം ഞാനായിരുന്നു ഒരു 1.5 മാസം അത് ചെയ്തത്. അപ്പോൾ അന്നേരം ആ പയ്യൻ വരുമായിരുന്നു. ആ പയ്യൻ വന്ന് ഷോട്ടുകൾ എല്ലാവരും നല്ല അതുപോലെ കൊടുക്കുന്നവരുണ്ട് ഒത്തിരി പേര്. ആ പയ്യന് ടാലൻ്റ് ഉണ്ടായിരുന്നു. അവൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അവൻ കുറേ വർക്കുകളിൽ അഭിനയിച്ച് വെച്ചാണ് വന്ന് ചായ വിളമ്പാനൊക്കെ നിന്നത്. നല്ല പയ്യനുമായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രൊഡക്ഷൻ ബോയ്സിന് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് പേരുണ്ട്. നമ്മുടെ മല്ലിക സുകുമാരൻ, പൃഥ്വിരാജിൻ്റെ അമ്മ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പം ഈ പ്രൊഡക്ഷൻ വിങ്ങിനൊരു അന്നത്തെ കാലത്ത് ഒരു 10 കൊല്ലമായി. അതിനകത്ത് മധുസാറായിരുന്നു അതിൻ്റെ നായകൻ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയായിട്ടാണ് ഇവർ രണ്ടുപേരും അഭിനയിച്ചത്. അപ്പം മല്ലിക ചേച്ചി കൊണ്ടുപോയി ഒരു 2000 രൂപ പ്രൊഡക്ഷൻ വിങ്ങിനും യൂണിറ്റുകാർക്കും 2000 രൂപ കൊടുത്തു. അപ്പോൾ 2000 ഞങ്ങൾ ആഗ്രഹിച്ച് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ അന്നും ആ മല്ലിക ചേച്ചിക്കൊക്കെ ആ ഒരു മനസ്സിൽ അവരുടെ ബുദ്ധിമുട്ട് അറിയാമായിരുന്നു. അത് അവർക്ക് കൊടുത്തിരുന്നു. അങ്ങനെ പല ആളുകളും അങ്ങനെ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. ചിലരും ഇല്ലാതെ പൈസ മേടിച്ചുകൊണ്ട് പോകും. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നല്ല ഗുണങ്ങൾ പാരമ്പര്യത്തിൽ അവർക്കുണ്ടായി. അങ്ങനെയൊക്കെയാണ് എനിക്കറിയാവുന്നത്. പിന്നെ ഈ പ്രൊഡക്ഷൻ വിങ്ങിൽ നമുക്ക് ചായ കൊണ്ടുവന്ന്, അതായത് ഓരോരുത്തരുടെ അതായത് നമുക്ക് സെറ്റിൽ ചായ തരുന്നവർ അവർ നമ്മളെ പലപ്പോഴും വേർതിരിച്ച് കാണാറില്ല. അവർ നമ്മളെ കാണാറില്ല. ഇപ്പോൾ ഞാൻ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മളോട് വന്നുവെച്ച് ഇച്ചിരി റെസ്പെക്റ്റോട് കഴിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അവരെ ഒരു മാനസിക ബുദ്ധിമുട്ടും കൂടിയല്ല ഒരു ചായ ഒരാൾക്ക് കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പ്ലേറ്റ് കഴുകുന്ന ആൾക്കാരുണ്ട്. അവർക്കാണ് അതിനകത്ത് ഏറ്റവും കുറവ് ശമ്പളം. പക്ഷേ ഞാനൊരു ഒരു വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു പയ്യൻ, അവൻ നാഗർകോവിലിൽ നിന്ന് വന്നാണ്. അവൻ 600 രൂപയുള്ള ശമ്പളം അന്ന്, ഒരു 5-8 കൊല്ലമായി. അപ്പം അവൻ്റെ ഭാര്യ സുഖമില്ലാതെ ആശുപത്രിയാണ്, കുഞ്ഞ്. അപ്പം ഇവനൊരു 5000 രൂപ വേണം, അത് പോകണം. പക്ഷേ ഇവർ ഷൂട്ട് കഴിഞ്ഞ ചെക്കോ അവരുടെ ചീഫിൻ്റെ കൊടുത്ത് ആ പൈസ കിട്ടുള്ളൂ. പക്ഷേ ആ പയ്യന് ഒരു രക്ഷയില്ല, എനിക്ക് കൊടുക്കണമെന്ന് വെച്ചു. പക്ഷേ അവനിടയ്ക്ക് ഇട്ടിട്ട് പോയി. അവനങ്ങോട്ട് കുറച്ച് പൈസ കൊടുത്ത് അവൻ പോയി. അതെന്തായെന്ന് പിന്നെ ഞാൻ കണ്ടിട്ടുമില്ല. പയ്യനെ നല്ല പയ്യനായിരുന്നു. അവനാണ് പ്ലേറ്റ് കഴിക്കുക. പക്ഷേ അവന് പിന്നെ പൈസ കൊടുത്തു എന്നാണ് അറിവ്. പക്ഷേ ആ പയ്യനെക്കുറിച്ചൊരു വിവരമില്ല. പക്ഷേ അവനൊരു 5000 രൂപ കിട്ടിയില്ല അവിടെ. അവൻ്റെയൊക്കെ വേദനകൾ അവന് എന്നോട് പറഞ്ഞിരുന്നു. കാരണം ഞാൻ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ.
അപ്പോൾ എന്നോട് പറയും ഞാൻ വർക്ക് തീർന്ന് എനിക്ക് പൈസ കിട്ടുമ്പോൾ കുറച്ച് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ആ പയ്യൻ പോയി അവൻ്റെ അഡ്രസ്സോ നമ്പരോ ഒന്നും മറ്റേ ചീഫിനോട് ചോദിച്ചിട്ടൊന്നും തന്നില്ല. പക്ഷേ അതുപോലെ ഇവർക്കൊക്കെ ഒരുപാട് ടാലൻറ്റ്. അതുപോലെ ഒരു കാര്യം, ഒരു പ്രൊഡക്ഷൻ ബോയ്, ഈ പ്രൊഡക്ഷൻ ചീഫ് എനിക്കൊരു 10-14 കൊല്ലമായെന്ന് തോന്നുന്നു. ഞാൻ കൈരളിയിൽ കുമിളകൾ എന്ന് പറഞ്ഞൊരു കൈരളിയിലാണോ സൂര്യയിലാണോ ആ സ്ലോട്ടിൽ എനിക്കൊരു ടെലിഫിലിമാണെന്ന്. ആ ടെലിഫിലിം എനിക്ക് പ്രൊഡ്യൂസർ ഒപ്പിച്ചെന്ന് ഈ പ്രൊഡക്ഷൻ ബോയാണ്. നമ്മൾ ആരും നിസ്സാരമായിട്ട് കരുതണ്ട. അവരുടെയൊക്കെ സാഹചര്യം കൊണ്ട് അങ്ങനെയാകുന്നതാണ്. അവരുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ടാലൻ്റ് ഉണ്ട്. നിങ്ങൾക്കും കാണുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് അവസരങ്ങളുണ്ടോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയം കൊണ്ടാണ് നമ്മൾ അവരെ എന്നും പരിഗണിച്ചേ ഒക്കുകയുള്ളൂ. ഇപ്പോഴും പല ആൾക്കാരും ഒരു തമാശ രീതിയിൽ പറയാം, ഒരു ആദ്യമായിട്ടൊരു സെറ്റിൽ, അത് സ്ത്രീ സീരിയലിൻ്റെ 2ാം ഭാഗമാണ് സിദ്ദിഖ് സാറും ഒക്കെ അഭിനയിച്ചത്. അതിനകത്ത് ഒരു പയ്യൻ ആദ്യമായിട്ട് സെറ്റ് വരും, അവരും അഭിനയമാകട്ടെ. അവൻ വന്നു വെച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേന് സിദ്ദിഖ് സാർ ആരോ പറഞ്ഞു, മുലങ്ങി വന്നേ എടാ സാമ്പാർ ഒഴിക്കാതെ 2 ദോശ എടുത്തടാന്ന് പറഞ്ഞു. ഇവനെ ഒരു 3/4 മണിക്കൂറായിട്ടും കാണുന്നില്ല. ഇവൻ പമ്മി നടക്കുക. വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ വന്നടാന്ന് പറഞ്ഞു. അവൻ എത്തി നോക്കിയപ്പോൾ അവൻ വന്നു വെച്ചാൽ എന്തിനാടാ സാമ്പാർ ഒഴിക്കാതെ 2 ദോശ? സാർ സാമ്പാർ തീർന്നു പോയി, ചമ്മന്തി ഒഴിക്കാതെ 2 ദോശ എടുക്കട്ടെ എന്ന് ചോദിച്ച് ഒക്കെ ഇങ്ങനെ. ഇത് ഞാൻ നേരിട്ട് കണ്ടതല്ല, ആ വർക്കിൽ നടന്നതെന്നും പറഞ്ഞ് അവന്മാർ വന്ന് ഇതിനകത്ത് യൂണിറ്റ് ബോയ്സൊക്കെ ഉണ്ട്. അവന്മാരൊക്കെ എന്ത് നല്ലപോലെ അഭിനയിക്കുമെന്നറിയാമോ ഈ യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന. എനിക്കിപ്പോൾ കമൻറ്റൊക്കെ ഇടാറുണ്ട്, ഒരു രാജേഷ് എന്ന് പറഞ്ഞ് ഇയാൾക്ക് എത്ര നല്ലപോലെ അഭിനയിക്കുമെന്ന് മാറിയെന്ന് കാണിക്കും, പക്ഷേ അവിടെ പോയി ചാൻസ് വയ്ക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ പരിഗണിക്കണം, എല്ലാവരെയും പരിഗണിക്കണം എന്നാണ് യൂട്യൂബിൽ. ഇവർ ആഹാരം ഉണ്ടാക്കുന്നത് നമുക്ക് തരുന്ന രുചികരമായ ആഹാരമായിരിക്കും. എത്ര രൂപ കുറച്ച് കൊടുത്താലും അവർ നമുക്ക് നല്ല ആഹാരമായിരിക്കും തരുന്നത്. പിന്നെ രണ്ടാമത് ഈ ഇതിനകത്ത് ചോറ് വിളമ്പി തരുന്നവരുണ്ട്. സിനിമയിലൊക്കെ 2 ഫുഡാണ്, 3 ഫുഡെന്ന് പറയാം. ഒന്ന് ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വേറെ ഒരിടത്ത് ക്യൂ നിന്നുള്ള ഫുഡ്, പിന്നെ അതിനേക്കാൾ ഉയർന്നവർക്ക് വേറെ ഫുഡ്, പിന്നെ അതിനുശേഷം വലിയ സൂപ്പർ സ്റ്റാർ, ഞാൻ മമ്മൂട്ടി മോഹൻലാലിനെ ഉദ്ദേശിച്ചാൽ കേട്ടോ, അവർക്ക് വേറെ സെപ്പറേറ്റ് കുക്കും ഫുഡും ഒക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമുള്ളതാണ്. അതിനകത്ത് ഒരാളെ മാത്രമേ ഞാൻ കേട്ടിട്ടും അറിഞ്ഞിട്ടുള്ളൂ. 50 പേർക്കുള്ള ഫുഡ് വെച്ചാലേ പുള്ളി ഒരു വയറിന് കഴിക്കുള്ളൂ. ബാക്കി എല്ലാവരും മാന്യമായിട്ട് ആഹാരം കഴിക്കുന്നവരാണ്. ആ ഫുഡിൻ്റെ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ കഴിക്കും. കാരണം അവർ കുഴച്ചൊന്നുമല്ലോ തിന്നുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവരും നല്ലൊരു രീതിയാണ്. മാത്രം അവർക്ക് നമ്മൾ വിചാരിക്കും ഇവർക്കൊക്കെ ഒരുപാട് ഫുഡ് കഴിക്കാത്ത എന്താ അവർ തിന്നാത്ത. പക്ഷേ അവരുടെയൊക്കെ സൗന്ദര്യമൊക്കെ നിലനിൽക്കണമെങ്കിൽ അവരുടെയൊക്കെ ജീവിതക്രമമാണ്, കൃത്യനിഷ്ഠയാണ്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, അവർ കൃത്യമായിട്ട് നമ്മൾ 5 മണിക്ക് ഇടണമെന്ന് അവർ 4 മണിക്ക് അവിടെ വന്ന് സെറ്റിലിരിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അവർ വന്നിരിക്കും, കാരണം വിത്ത് മേക്കപ്പ് വന്നിരിക്കും. അപ്പം നിങ്ങൾക്കൊരു അവസരം കിട്ടുമ്പോൾ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങൾ ഒരിക്കലും അഹങ്കരിക്കാതിരിക്കുക. ഇന്ന് അതായത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അപൂർവം പേരെ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ദിലീപിനൊക്കെ വിട്ടിങ്ങോട്ട് പോകാൻ പറ്റിയിട്ടുള്ളൂ. ഇന്നൊരു പുതിയ ജനറേഷൻ കയറി വരാൻ പറ്റാത്തതിൻ്റെ കാര്യം അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വന്നത്. അവരത് കൃത്യനിഷ്ഠ പാലിക്കും. അവർ ഡയറക്ടറെ എതിർക്കില്ല, അവർ പാര വയ്ക്കില്ല, മനസ്സിൽ കരുതിയാലും അവർ ഇച്ചിരി കലാകാരന്മാർക്കെല്ലാം കുശുമ്പും ഒക്കെ ഉള്ളതാണ്. കാരണം അവർ വികാരജീവികളാണ്. അതുകൊണ്ട് ദേഷ്യം പെട്ടെന്ന് വരും, സ്നേഹം പെട്ടെന്ന് വരും, എല്ലാം മറന്നും കളയും. അതൊന്നും വലിയ കാര്യമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെയാണ് പ്രൊഫഷനിങ്ങിനെയോ യൂണിറ്റിനെയോ ആർട്ടിനെയോ ഒന്നും നമ്മൾ തരം കുറിച്ച് കാണാൻ പാടില്ല. അവരിലൊക്കെ ഒരുപാട് സർഗാത്മകതയുള്ളവരുണ്ട് അതിനകത്ത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ്